അവിടേക്ക് ടോണി പോയിക്കോളൂ. നീ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. നിന്നെ ജോലി കിട്ടിയതിന് ശേഷം ഇപ്പോഴൊന്ന് പുറത്ത് കാണാൻ കിട്ടുന്നത്. നീ അങ്ങനെ വേറെ ഒന്നിനെ കുറിച്ച് ആലോചിക്കണ്ട. വൈകുന്നേരം വീട്ടിലേക്ക് ചെല്ലുമ്പോ റോയച്ചന്റെ വായന ഞാൻ കേൾക്കും. അത് വീട് അതൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. പിന്നെ റോയച്ചന് എന്നൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. അത് പോട്ടെ, നിനക്ക് എന്താ ഗിഫ്റ്റ് ആയിട്ട് വേണ്ടത്? എന്ത് വേണമെങ്കിലും നിനക്ക് എടുക്കാം. എന്ത്? എന്നാൽ ഇവിടുത്തെ ഏറ്റവും എക്സ്പെൻസീവ് ആയുള്ള സാധനം എടുക്കും. എടുത്തോന്നേ, സാജനല്ലേ പറയുന്നത്. ഓക്കെ. കുറെ കാലായി നല്ലൊരു വാച്ച് വാങ്ങണമെന്ന് വിചാരിക്കണം. 8500. അത്രയുള്ളോ? ഇത് മതി. ശരി. ഞാൻ വിചാരിച്ചു നീ ഇതിലും വില കൂടുതൽ വല്ലതും എടുക്കുള്ളൂ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എവിടെയോ കണ്ട മറന്ന ഒരു ഫീലിംഗ്. പാറുവിന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. സർ 8500. അമ്മേ, അതെ അതെ, ഈ ഗിഫ്റ്റ് നാളെ വാങ്ങിയാലും മതിയോ? എന്തേ? പേഴ്സ് എടുക്കാൻ ഞാൻ മറന്നുപോയി. ഞാൻ നാളെ വന്ന് വാങ്ങിക്കോളാം. ഓക്കെ? പാറു, പാറു നിക്ക്. സോറി പാറു. എനിക്കൊന്നും കേക്കണ്ട. നിന്നെ വിശ്വസിച്ച് വന്ന് ഞാനാണ് മണ്ടി. എന്നെ അത്ര പോലെ ഇഷ്ടമില്ലാത്ത കാരണം നീ പേഴ്സ് മറന്നു വെച്ചോ വന്ന്. ആ കടക്കാരൻ മുമ്പിൽ ഞാൻ നാണം കെട്ടു. സോറി, ഞാൻ ഇപ്പൊ പൈസ ആയിട്ട് വരാം. നീ പോയി വാങ്ങി നിന്നെ മറ്റു പാറിന് കൊടുത്തോ. ഞാൻ കോഫി ഷോപ്പിലേക്ക് പോവാ. ഇതാണോ നിന്റെ കോഫി ഷോപ്പ്? അത് റോയ്ച്ചാൻ ഞാൻ വിളിച്ചിട്ടാണ് പാറു വന്നത്. നീ മിണ്ടരുത്. കണ്ടോ സംസാരിച്ചോ അതൊന്നും പ്രശ്നമല്ല. പക്ഷെ സ്വന്തം ജോലി ഉഴപ്പിട്ടാവരുത്. നീ ഇന്ന് ഓഫീസിലും പോയിട്ടില്ല, കോഫി ഷോപ്പിലും പോയിട്ടില്ല, എന്നിട്ട് കറങ്ങി നടക്ക. ഇവക്കോ ബുദ്ധിയില്ല, നിനക്കെങ്കിലും ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ കോഫി ഷോപ്പിലേക്ക് പോവാ. പാറു പോയി. നീ എന്താ കൊടുക്കുന്നത്? വീട്ടിൽ പോടാ. വൃത്തിയായിട്ടോ മാനസമാനായിട്ട് പ്രേമിക്കാനും സമ്മതിക്കില്ല. എത്തിയോ? എവിടെയാ നീ? ഇവിടെ നോക്ക്. ആ, ഹായ് റോയ്. ഹായ്. വിനു റോയുടെ ഫ്രണ്ട് ആണെന്ന് ഞാൻ എന്റെ അറിഞ്ഞിരുന്നില്ല. ബെസ്റ്റ് ഫ്രണ്ടാ. എന്തായാലും നിന്റെ സെലക്ഷൻ കൊള്ളാം. അവൻ തന്ന ഇൻവിറ്റേഷൻ നോക്കിയപ്പോ നിന്റെ അഡ്രസ്. ആ, അപ്പൊ അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ പറ്റില്ലല്ലോ. അവനോട് ഞാൻ പറഞ്ഞില്ല നിന്നെ എനിക്കറിയാന്ന്. എന്തായാലും ചെറിയൊരു സർപ്രൈസ് കൊടുക്കാം. എന്ത് സർപ്രൈസ്? നീ എന്റെ കൂടെ വരണം എന്റെ വീട്ടിലേക്ക്. അവൻ അവിടെ ഇരുത്തിട്ട് ഞാൻ വന്നിരിക്കാം. നിന്നെ കാണുമ്പോ അവനൊരു ഞെട്ടലിട്ടു. ശരി ശരി, പക്ഷെ എനിക്ക് അവനൊരു ഗിഫ്റ്റ് വാങ്ങിക്കണോടാ. ആ, നമുക്ക് ഈ കടയിൽ പോയാലോ? നീയും വാ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. കള്ള ഇതായിരുന്നു നല്ല പരിപാടി. ശരിയാക്കി തരാട്ടാ. ശരി. എനിക്കൊന്നും കേക്കണ്ട. നിന്റെ ഒപ്പം ഒരിടത്തേക്ക് ഞാനില്ല. അതല്ല, വേറൊരു കാര്യം പറയാനാ വിളിച്ചത്. നമ്മുടെ റോച്ചിനോട് വേറൊരു പെൺകുട്ടിയായിട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടു. റോയ്ച്ചനോ?